സത്യം പറഞ്ഞാൽ ഇതൊന്നും മലയാളത്തിന്റെ കൾച്ചറിൽ നിന്ന് വന്നതല്ല എന്നുള്ളതൊരു ഹിഡൻ ഫാക്റ്റ് ആണ്. അതിലേക്ക് നമുക്ക് പോകണ്ട. എന്തായാലും ജുംക്കയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇപ്പോൾ വരുന്നത് ഇത് കണ്ടില്ലേ, ഇത് ഡിവൈൻ കളക്ഷൻ തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗേരു ഫിനിഷ് വരുന്നത്. പിന്നെ ഇതിൻ്റെ അടിയിൽ വരുന്നത് റിയൽ പേളാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഏറ്റവും ചെട്ടിനാട് കളക്ഷൻ വരുന്നത്. ഒരു ഭഗവതിയുടെ ദേവീ രൂപം. പോട്ടാ സ്റ്റോൺസ് അല്ലേ? അതെ അതെ അതെ, പോട്ടാ സ്റ്റോൺസ്. പിന്നെ ഇതെന്നൊക്കെ പറഞ്ഞാൽ പക്ക ഡയമണ്ട് ലുക്കാണ്. ശരിക്കിത് മയിൽ മോട്ടീഫ് വരുന്നതാണ്. മയിൽ മോട്ടീഫ് വന്നിട്ട് എന്നാൽ പക്ക ആ ഒരു ഡയമണ്ട് ഫിനിഷിനെ പോലും കൂടാതെ ഇതിൻ്റെ അടിയിൽ തൂക്കുന്ന ആ ട്രഡീഷണൽ ടൈപ്പ് തന്നെ ഗോൾഡൻ ബോൾസ് ആണ്. അപ്പോൾ ഒരു നമ്മുടെ കൾച്ചറുമായിട്ട് കറക്റ്റ് മാച്ചിങ് ആയിട്ട് അതെ 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 ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ്. ഡയമണ്ട് ഫിനിഷ് പ്ലസ് ആ ഒരു ട്രഡീഷണൽ മോട്ടീഫ്, മയിലിൻ്റെ മോട്ടീഫും കൂടി ആകുമ്പോൾ. പിന്നെ ഇത് നേരത്തെ മുതലുള്ളതാണ് നമ്മുടെ സ്റ്റെപ്പ് ജിമിക്കി എന്ന് പറയുന്നത്. അത് അന്നും ഇന്നും ഒക്കെ ഡിമാൻഡുള്ള കുറച്ച് ഇതിൽ വരുന്ന. ഇത് അല്പം കൂടെ ഒരു ദേവീ രൂപമാണെങ്കിലും ഇതിനെ ശരിക്കും തേച്ച് പിടിപ്പിക്കുക എന്നാണ് പറയുന്നത്, ഇങ്ങനെയുള്ള സ്റ്റോൺ വർക്ക് വരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ചുകൂടെ ഒരു തമിഴ് കൾച്ചറിനും കൂടെ യൂസ് ചെയ്യാൻ പറ്റിയ, ഇതിനകത്ത് ആ ഒരു റൂബിയും എമറാൾഡും വരുന്ന ഒരു മിക്സിങ്. അപ്പോൾ ആ ഒരു ഇപ്പോഴത്തെ കുട്ടികളുടെ ഇത് പിന്നെ ഒരു ലേറ്റസ്റ്റ് ട്രെൻഡി ഡയമണ്ട് ഫിനിഷ് വരുന്ന ഒരു മോഡലാണ്. ഒത്തിരി സ്റ്റോണൊക്കെ ഉള്ള നമ്മൾ ജുംക്ക എന്ന് പറയുമ്പോൾ സ്റ്റോൺ ഉള്ളതും സ്റ്റോൺ ഇല്ലാത്തതും കാര്യങ്ങളൊക്കെ ആയിട്ടും അതിലപ്പുറം വെറൈറ്റീസ് കാണാൻ കിട്ടാറില്ല. ഇവിടെ നമ്മൾ നേരത്തെ പാലക്ക കണ്ടു. അതിലും അപ്പുറം വെറൈറ്റീസ് ഇതാ കാശിൻ്റെ ജുംക്ക. കാശും വിത്ത് നമ്മുടെ ദേവിയുടെ രൂപമൊക്കെ വെച്ചിട്ട്. സാധാരണ കാശ് മാല കണ്ടിട്ടുണ്ട്, ജുംക്കയിൽ വളരെ കുറവാണ്, റെയറായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇവിടെ കാശ് വെച്ചിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ് കണ്ടു. അപ്പം എല്ലാ കളക്ഷനിൽ നിന്നും ഓരോ സാമ്പിൾസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് ഇത്രയേ ഉള്ളൂ എന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. ഒരുപാട് കളക്ഷൻസ് കണ്ടു. നിങ്ങൾ സ്ഥലം മറക്കരുത്. നമ്മുടെ സ്വന്തം പറക്കാട്ട് ജ്വല്ലറിയിൽ നിന്നിട്ടാണ് ഞാൻ ഈ വാചക കസരത്തൊക്കെ നടത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള 1-2 ഡിസൈൻസ് ഒക്കെ അതിനകത്ത് ഉണ്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഓടിപ്പോരെ, വെയിറ്റ് ചെയ്യണ്ട. നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻസ് ഒന്നും ആരും കൊണ്ടുപോകാതെ നോക്കണ്ടേ മക്കളെ. അപ്പോൾ ബൈ ബൈ, ഹാവ് എ നൈസ് ഡേ.